അഭിമന്യുവിനെ കൊലപ്പെടുത്തിയവർക്ക് സഹായം നൽകിയെന്ന കുറ്റത്തിനാണ് കസ്റ്റഡിയിലുള്ള 2 SDPI പ്രവർത്തകരുടെ അറസ്റ്റ് സെൻട്രൽ പോലീസ് രേഖപ്പെടുത്തിയത്. മട്ടാഞ്ചേരി ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ ജോലി ചെയ്യുന്ന SDPI ബ്രാഞ്ച് സെക്രട്ടറിയായ കാലാബാല നവാസ്, ജാഫ്രി എന്നിവരാണ് അറസ്റ്റിലായത്. കൊലപാതകം നടക്കുമ്പോൾ നവാസ് കോളേജിന് സമീപം എത്തിയിരുന്നതായി പോലീസിന് വ്യക്തമായി. എന്നാൽ ഇവർ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തോ എന്ന കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടില്ല. അതിനിടെ കേസിലുൾപ്പെട്ട പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ പോലീസ് നീക്കം തുടങ്ങി. ഇവരുടെ അക്കൗണ്ടുകൾ പോലീസ് സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. അക്കൗണ്ടിലേക്ക് കൂടുതൽ തുക എത്തിയിരുന്നോ എന്നും പരിശോധിക്കുന്നു. ഇതിനൊപ്പം പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റവും ചുമത്തി. ആദ്യം രജിസ്റ്റർ ചെയ്ത FIR-ൽ 120B ചുമത്തിയിരുന്നില്ല. കേസിലെ മുഖ്യപ്രതികൾക്ക് ഒളിത്താവളവും മറ്റു സഹായങ്ങളും ഒരുക്കിയതിൽ കൈവെട്ട് കേസിലേതുപോലെ കൃത്യമായ ഇടപെടൽ ഉണ്ടായതായി പോലീസിന് ബോധ്യമായിട്ടുണ്ട്. കൈവെട്ട് കേസിലെ പ്രതികൾക്ക് അഭിമന്യു കേസുമായി ബന്ധമുണ്ടോ എന്ന അന്വേഷണത്തിൽ ചില നിർണായക വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. പ്രതികൾ വിദേശത്തേക്ക് കടക്കുമെന്ന സൂചന ലഭിച്ചതിനെ തുടർന്ന് വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് സർക്കുലർ നൽകി. കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിനിടെ അഭിമന്യു കേസിൽ അറസ്റ്റിലായ നേതാക്കളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ആലുവയിൽ മാർച്ച് നടത്തിയ 132 SDPI പ്രവർത്തകരെ പോലീസ് റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.